കാലത്ത് മരിക്കണ സമയത്ത് മരിച്ചു കഴിഞ്ഞാല് സിൽസില വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ സിൽസില വെക്കുക എന്ന് പറഞ്ഞാല് അതിൽ നമ്മളെ മാലയിൽ കാണാം, മുൻകർണ കീറോട് എന്റെ മുരീദീനെ പേടി പേടുത്തേര് എന്ന് പറഞ്ഞോ പറയേ. മുൻകർണ കീറിനോട് മലക്കുൽ മൗത്തിലെ ഷെയ്ഖ് ജീലാനി പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ മുരീദന്മാരുടെ ഒറ്റൊന്നിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അത്ര സിൽസില വെച്ച് കൊടുക്കുന്നത്. അഥവാ ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ ത്വരീഖത്തിൽ മെമ്പറാണെങ്കിൽ അവന്റെ പേരിന് കൃത്യമായി കൊടുത്തുകൊണ്ട് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് ഇന്നാളിൽ നിന്ന് ഇന്നാളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതെ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സാണിത്. ഇൽമിന്റെ വേദിയാണിത്. ആ ഇൽമിന്റെ വേദിയിലേക്ക് വളരെ കൃത്യമായി പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിച്ചത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവന്വേഷിക്കുന്ന സദസ്സ് സ്വർഗത്തിലെ ഒരു തോപ്പിനോളം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലാഹു തആലയുടെ ദീനിനെ സംബന്ധിച്ച് പറയുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് ഓരോ പൗരനും സംഘടനക്കും അനുവദിച്ചതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ദീന് അത് വളരെ കൃത്യമായി പറയുകയും അതിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങളെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വിമിഷ്ടമുള്ള ആളുകൾക്ക് അത് തള്ളിക്കളയാം. മഹാനായ ഷെയ്ഖ് ജീലാനിയെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ആക്ഷേപിച്ചിട്ടില്ല. കാരണം ബഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് ജീലാനി എന്ന മഹാനവറുകള് കൃത്യമായി ദീനിനെ എത്തിച്ചു കൊടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട ആ കാര്യങ്ങളെ പറ്റിയാണ് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങോട്ട് പോരാ. ഇതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങളിൽ എത്ര നമ്മൾ അറിഞ്ഞതാ കേട്ടതാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മുന്നേറാനാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള ചർച്ച മാത്രമാണ്